ലക്കി, ഇവിടെ നിന്ന് പോകാൻ എനിക്ക് വിഷമമുണ്ടല്ലേ? ഹലോ ലക്കി, തന്നോട് ചോദിച്ചു. ആ വിഷമമുണ്ട് സർ. ഓ സമാധാനമായി. ഞാൻ വിചാരിച്ചു എനിക്ക് മാത്രമേ വിഷമമുള്ളൂ എന്ന്. ഹലോ, വാട്ട്സ് യുവർ പ്രോബ്ലം? എന്താ പ്രശ്നം? അത് നാട്ടിൽ അമ്മാവൻ്റെ പേരിൽ കുറച്ച് പ്രോപ്പർട്ടി ഉണ്ട്. ഒരു 10 സെൻറ്റും കുളവും. താനൊന്ന് റിലാക്സ് ആവ്. വില്ലേജിലായിട്ടുള്ളൂ, എന്തെങ്കിലും ശരിയാവും. സാർ ഇനിയൊരു 5 ലക്ഷം വേണം. 5 ലക്ഷം രൂപയെ? താൻ ബാങ്കിലോടൊന്നും നോക്കിയില്ലേ ഇപ്പോൾ? കിട്ടണ്ടേ സാർ? എൻ്റെ കയ്യിലുള്ളതൊക്കെ നുള്ളി പറക്കിയിട്ടാണ് ഞാൻ ഇവിടെ വരെ എത്തിച്ചത്. ലക്കി, ശരിയാവിടോ? നോക്കാം, നമുക്ക് എന്തെങ്കിലും നമുക്ക് നോക്കാം. സാറിൻ്റെ കയ്യിലുണ്ടാവോ? എൻ്റെ പൈസ ഒന്നുമില്ല. എൻ്റെ ഒന്നുമില്ല പൈസ. എന്നാൽ പിന്നെ വലിയ വർത്താനം വരാണ്ടിരുന്നൂടെ മോനില്ല. പിന്നെ എൻ്റെ മനസ്സിന് വല്ലാത്തൊരു ടെൻഷൻ, ആകെ ഒരു ഉന്മേഷക്കുറവ്. സാം പറഞ്ഞിട്ട് ഞാൻ കുറച്ച് പാട്ട് കേട്ട് നോക്കി, പക്ഷെ നടപടി ആവണില്ലേ ജിൻഡോ. ടെൻഷൻ മാറാനാണിത്. ഓ, നിന്റെ അടുത്ത് എന്തെങ്കിലും വഴിയുണ്ടോ? നീയേ ആര് തെറി പറഞ്ഞാലും ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ചിരിച്ച് കൂളായിട്ട് നടക്കണ കാണാമല്ലോ. എങ്ങനെയത്? MD എന്നെ തെറി പറയുമ്പോൾ ഞാൻ ഇവിടുന്ന് മുങ്ങും, എന്നിട്ട് എവിടെയെങ്കിലും പോയിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങും. എന്തൊരു ആശ്വാസം എന്നറിയോ? അതാ നിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കാണാത്തല്ലേ? ഞാനിതിപ്പോൾ എവിടെ പോയി കിടന്നുറങ്ങാനാ? ആ, അതിനെ വേറൊരു പൊടിക്ക ടെക്നിക്കും വേറൊരു പൊടിക്ക നമ്പറും ഉണ്ട്. എന്താ? അടിച്ചു മോളെ ചിക്കൻ ഡിന്നർ. എന്താടാ ഈ വീട്ടിലൊരു പ്രശ്നം ഉണ്ടായാൽ നമ്മൾ ആദ്യം പോലീസിനല്ലേ അറിയിക്കുക? അനി ഈ വീട്ടിൽ എന്താ പ്രശ്നം? ഈ വീട്ടിലല്ല, ഈ വീട്ടിൽ. ഓ, സാമോൻ ദൃശ്യം സിനിമയാണോ കാണുന്നത്? എന്നാൽ ഇന്ന് എനിക്ക് ഒരുപാട് സംശയം ഉണ്ടാവും. എടാ മര്യാദയ്ക്ക് മിണ്ടാ, സിനിമ ആണോ പൊട്ടാ? ഇവിടെ എന്നാലും അവർക്ക് സത്യം പോലീസിനോട് പറഞ്ഞാൽ പോരായിരുന്നോ? സമ്മതിക്കൂല്ലേ? എടാ, അതായത് നമ്മുടെ നാട്ടിലൊരു അവസ്ഥ എന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു പോലീസ് സംസ്കാരവും സാമൂഹിക സംസ്കാരവും തമ്മിൽ വലിയൊരു ചേർച്ചക്കുറവുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു വീട്ടിൽ എന്തെങ്കിലും കാര്യത്തിന് പോലീസ് വന്നു എന്ന് വിചാരിക്കുക, അപ്പോൾ തന്നെ ആ വീട്ടിൽ വലിയ എന്തോ ഒരു പ്രശ്നമുണ്ട് നാട്ടിലൊരു സംസാരം ഉണ്ടാവും. പിന്നെ ഒരുത്തനിപ്പോൾ വല്ലവിധേന എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് പോലീസ് ജീപ്പ് കയറേണ്ടി വന്നാലോ അവൻ്റെ ജീവിതം പോയി. എന്താ എടാ, അതങ്ങനെയാണ്. അതായത് ഒരു വശത്ത് നമ്മുടെ നാട്ടുകാർക്ക് പോലീസുകാരെ ഭയങ്കര പുച്ഛമാണ്, മറുവശത്ത് ഭയങ്കര പേടിയാണ്. പക്ഷെ എനിക്ക് അങ്ങനെയൊന്നുമില്ലല്ലോ. ഞാൻ സാധാരണക്കാരുടെ കാര്യമാണ് പറഞ്ഞത്, മനസ്സിലായോ? ഇനി സിനിമയിലെ കാര്യമാണെങ്കിൽ നമ്മുടെ നായകൻ, അതായത് ഗൃഹനാഥൻ, അയാൾ നോക്കുമ്പോൾ അയാൾ അത്രയും കാലം കൊണ്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്തൊരു സോഷ്യൽ സ്റ്റേച്ചർ, അയാളുടെ കുട്ടികളുടെ ഭാവി, ഫാമിലി, ഇതൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അയാൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. മനസ്സിലായോ? മനസ്സിലായി. മനസ്സിലായെങ്കിൽ ഇനി മനുഷ്യനെ ശല്യപ്പെടുത്താതിരുന്ന പടം കാണും. ഹാഫ് ഡേ ലീവ് എടുത്ത് വന്നിരിക്കുന്നതേ ഈ പുസ്തകം ഒന്ന് വായിച്ചു തീർക്കാനാണ്. ഓക്കെ ഓക്കെ. എടാ ഡേജി, ഒരു കാര്യം ചോദിച്ചോട്ടെ? എനിക്ക് ബൂസ്റ്റ് ഉണ്ടാക്കി തരുമോ? ബൂസ്റ്റ് വേണം, പോയി തന്നെ ഉണ്ടാക്കി വിടണം. വന്നോന്ന് എടാ, എനിക്ക് വേറെ ആരാടാ ഉള്ളത്? മതിയാ? വേറെ വല്ലതും വേണം? ചായ, കാപ്പി, ജ്യൂസ്, പുലാവ് ഓർമ്മണോ? എന്നാൽ ഇനി ഇരുന്ന് വായിച്ചോട്ടെ. ഗുഡ് ബോയ്.
അതെ ബൂസ്റ്റ് കൊള്ളൂലായിരുന്നു. നീ സ്നേഹത്തോടെ ഉണ്ടാക്കാഞ്ഞിട്ടാ. നിന്റെ അപ്പനോട് പറഞ്ഞ നല്ല പുസ്തകം ജോർജിന്റെ മോനെ മനുഷ്യരുടെ സ്ഥലത്ത് ഇതും ചെയ്യില്ല. നീ എങ്ങനെ സിനിമ കാണണം? എടാ ആ ചെറുക്കനുണ്ടല്ലോ മോഹൻലാൽ കൊന്നിട്ട് അവിടെ പണിയാണെന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷൻ അടി കുടിച്ചിട്ടിരിക്കുകയാണ്. നീ കാണണ്ട സിനിമ. പിന്നെ കുടിക്കാൻ ബൂസ്റ്റും കാണാൻ കൊലവാകും. പിന്നെ ചുമ്മാ ചുമ്മാതല്ല, സാറിനെ പോലത്തെ ഒരു വലിയൊരു ഡയറക്ടറുടെ അടുത്ത് കാണാൻ പറ്റുന്നതും സംസാരിക്കാൻ പറ്റുന്നതും ഞങ്ങളെ പോലത്തെ സാധാരണക്കാർക്ക് വലിയ കാര്യമാണ് സാർ. എന്തൊരു കാര്യം, സാറിൻ്റെ പണിയെടുക്കുന്നു, ഞാൻ എൻ്റെ പണിയെടുക്കുന്നു, അത്രേ ഉള്ളൂ. പിന്നെ ഇത് പുറമെ നോക്കുമ്പോൾ ഒരു വലിയൊരു ഗ്ലാമറസ് ആയിട്ട് അല്ലെങ്കിൽ കളർഫുൾ ആയിട്ട് തോന്നുന്നു. ശരിക്കൊരു ഓഫ് ബീറ്റ് സിനിമയ്ക്ക് മോശമാണ് ഞങ്ങളുടെ അവസ്ഥ, അല്ലേടാ? അതെ അതെ. പിന്നെ ഒരു വലിയ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടല്ലോ, ഇത്രയും ആപ്റ്റായിട്ട് ലൊക്കേഷൻ കിട്ടുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. നമ്മളെ ഇത് സ്ക്രിപ്റ്റ് ചെയ്യുമ്പോഴേ നമ്മുടെ മനസ്സിലൊരു വിഷ്വലൈസേഷൻ ഉണ്ട്. നമുക്ക് ആ വിഷ്വലി കാണുന്ന ആ ലൊക്കേഷൻ തന്നെ കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ റെയർ ആയിട്ടുള്ള കാര്യമാണ്. ആക്ച്വലി ഞങ്ങളുടെ ഹെഡ് ഓഫീസ് ഞാൻ ആക്ച്വലി താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ സ്പെഷ്യൽ കേസായിട്ട് കൺസിഡർ ചെയ്ത് റിക്വസ്റ്റ് അയച്ചപ്പോഴാണ് സമ്മതിച്ചത്. പിന്നെ ഈ പറഞ്ഞ പോലെ അവിനാശ് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തള്ളിക്കളയാനും പറ്റില്ല. പിന്നെ അവൻ എടുക്കണ്ടേ, സത്യം പറയല്ലോ. എടാ നിന്നെ അങ്ങ് നിർത്തിക്കൊണ്ടേ കുറ്റപ്പെടുന്നതുകൊണ്ട് നിനക്ക് വല്ലതും കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ടെങ്കിലും സാരമില്ല. ഇവൻ്റെ 1-2 വർക്ക് ഞാൻ കണ്ടു, ടാലൻ്റ് ഉണ്ട്, ഒരു പടം ചെയ്യാനുള്ള കഴിവൊക്കെ ഉണ്ട്. എടുക്കണ പിന്നെ അത് ഈ ഡീറ്റെയിൽ ആയി പഠിച്ചെടുക്കാനുള്ള ആഗ്രഹമുണ്ട്, ആ വാശി, അതിലാണ് കാര്യം. പിന്നെ ജയൻ, ഇവനെ കണ്ടാൽ വലിയ പാടാ, ഫുൾ ടൈം ബിസിയാ. നീ ബിസി ആണെങ്കിൽ അടുത്ത വർക്കാകുമ്പോൾ ഇവനെ ഞാൻ ചീഫാക്കും. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? പിന്നെ ആക്ച്വലി എത്ര ദിവസം ഷൂട്ട് ബാക്കിയുണ്ടാവും ഇവിടെ? കൊച്ചിയിൽ ഇന്നത്തോടെ കഴിഞ്ഞു. ഓക്കെ, സോങ് ഉണ്ട്, ബാക്കി ഗോവ, മുംബൈ. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ, കുറച്ച് പരിപാടി ബാക്കിയുണ്ട്. ചെല്ല. ശരി. എന്നാ ഞാനും ചെല്ലട്ടെ. ആടെ ഷോട്ട്. ഓക്കെ ചേട്ടാ, പുള്ളി എന്തൊക്കെയാ പറയുന്നത്? അടുത്ത പടത്തിൽ ഞാൻ ചീഫാ. കൈയെടുക്കടാ. അൻവർക്ക് എപ്പോ എന്ത് പറയും, എന്തർത്ഥത്തിൽ പറയുന്നുള്ളതിനെ പറ്റി വ്യക്തമായ ധാരണ എനിക്ക്. ഞാൻ ഈ ചെറുപ്പ് തുടങ്ങിയിട്ട് 10-15 വർഷമായി. നീ ഇവിടെ നിന്റെ പണി നോക്ക്. അവന് ചീഫാണ് ഞാൻ ഇത്രയും. എന്റെ വെള്ള ടീഷർട്ട് ഉണ്ടോ? ആ കണ്ടു 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 കണ്ടു. എവിടെ? ആ കിച്ചണിൽ പോയി നോക്ക്. കിച്ചണിലാ? വേഗം പോയി നോക്ക്. ഓക്കെ. വേഗം നോക്കടാ. കിച്ചണിലെവിടെ? ഇങ്ങനെ വെറുതെ നോക്കി നിൽക്കണ്ട, കബോർഡിന്റെ സൈഡിൽ നോക്ക്. കബോർഡിന്റെ സൈഡിലാ? കബോർഡിന്റെ സൈഡിലൊക്കെ ആരാ? സാം ആയിരിക്കും കൊണ്ടുവെക്കുന്നല്ലേ? കണ്ട കണ്ട കണ്ട. ഇല്ല, നിന്റെ ലെഫ്റ്റ് സൈഡില്. ലെഫ്റ്റ് സൈഡിൽ ഫ്രിഡ്ജ് അല്ലേ? മുമ്പോട്ട് പോ. മുമ്പോട്ടാ? പതുക്കെ പോ. കുനിഞ്ഞ് 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 പോ, കുനിഞ്ഞ് പോ. കുനിഞ്ഞിട്ടാ? ഇവിടെ മണ്ണിന്റെ അടിയിലാണ്. ലെഫ്റ്റ് റൈറ്റ് 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 റൈറ്റിലേക്ക് തിരി. അയ്യോ റൈറ്റ്. അയ്യോ 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 ഞാൻ മാവാണേ. അയ്യോ ഓടാതെ സാവേ സാവേ. എന്റെ പുറകിൽ നിൽക്കുന്ന ആളെ പിടിച്ച് മാറ്റണോ? ഞാനല്ലേ അന്നാ അതിന്റെ പുറകിൽ നിൽക്കുന്ന ആളെ പിടിച്ച് മാറ്റണോ? എനിക്ക് ജീവിച്ച് കൊതി ചേർന്നിട്ടില്ല. പൊട്ടാമള് പബ്ജി കളിച്ചോണ്ടിരിക്കുകയാണ്. നീ എന്തെടുക്കാണി? ഞാൻ പബ്ജി കളിക്കുന്ന കണ്ടില്ലേ? അവളുടെ സാം വന്നില്ലായിരുന്നു. പടികളൊരു ജാലി മാറാൻ അറിയോ? നിനക്കിപ്പോ എന്താ വേണ്ട? എനിക്ക് വെള്ള ടീഷർട്ട് അത് മുകളിൽ അലക്കിയിട്ടുണ്ട്, പോയി നോക്ക്. സാമേ, നമുക്കിവിടെ അല്ല പാകിസ്ഥാൻ ചാര സംഘടനയ്ക്കും പിടിച്ചു കൊടുത്താലോ? നിനക്ക് പാകിസ്ഥാനോട് അത്രയ്ക്ക് ദേഷ്യമുണ്ടോ? ദേഷ്യം ഉണ്ടായിപ്പോ. വെള്ള ടീഷർട്ടോ? ഇത് ഏസിലെ കോസ്റ്റ്യൂമാ? ഇത് 62-ലെ. ജയ, ആ ഒരു മിനിറ്റ്, ദാദാ വരുന്നു. ഇത് DAP-നെ കാണിച്ചിട്ട് കൊടുത്താൽ മതി. DAP-നെ കാണിച്ചിട്ട്. എന്തൊക്കെ? എടാ ജയ, നമ്മൾ ഇന്നലെ സംസാരിച്ച കേസ് തന്നെ. പ്രമിതി ഇപ്പോൾ തന്നെ ചോദിക്കുന്നത്, ഈ സീൻ നിന്റെ അഭിപ്രായത്തിൽ ഈ സീൻ എങ്ങനെയാണ് നമ്മൾ എടുക്കേണ്ടത്? അത് നമ്മൾ ഇന്നലെ സംസാരിച്ച പോലെ തന്നെ പ്രമിതയ്ക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു സീനാണ്. മാത്രമല്ല ചിലപ്പോൾ ഈ ഒറ്റ സീൻ കൊണ്ട് തന്നെ പ്രമിതയ്ക്ക് നല്ലൊരു മൈലേജ് കിട്ടാനും ചാൻസ് ഉണ്ട്. തിയേറ്ററിൽ നല്ല റോൾ ഉണ്ടാവുമെന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. പ്രമിതി എന്തായാലും പറഞ്ഞോളൂ. അല്ല, അത് കറക്റ്റാണ്, പക്ഷേ എനിക്ക് എന്തോ പോലെ തോന്നുന്നു. എന്താ? അല്ല, അത് കറക്റ്റായിട്ട് എനിക്ക് പറയാൻ പറ്റുന്നില്ല. എന്തൊരു കുറവ് ഫീൽ ചെയ്യുന്നുണ്ടല്ലേ? എക്സാക്ട്ലി അങ്ങനെ തോന്നുന്നു. അല്ല പക്ഷേ എടാ അവനേശേ,
അവനൊക്കെ എന്തിനാ വിളിക്കുന്നത്? എടാ അവൻ ബാക്കിയുള്ളവർക്കല്ല, അവന് കുറച്ച് വിവരമുണ്ട്. ആ സാർ. എടാ അനാഷേ, നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന സീൻ എന്താണെന്ന് എനിക്കറിയാം. ആ ഇൻ്റർവെല്ലിൽ തൊട്ടുമുള്ള സീനാണ്. വാട്ട് ഈസ് ദ ഡിസ്ക്രിപ്ഷൻ? പ്രവിതയുടെ ക്യാരക്ടർ ഓൾറെഡി കുറച്ച് ഫ്രസ്ട്രേറ്റഡ് ആണ്. പുള്ളിക്കാരുടെ ലാസ്റ്റ് ഡേ ആണ് ഓഫീസിൽ. അപ്പോൾ തന്നെ കളിയാക്കരെല്ലാവരെയും ഒന്ന് നോക്കി വെല്ലുവിളിച്ച ശേഷം പുള്ളിക്കാരി പോകുന്ന സീനാണ്. എൻ്റെ ഈ സീനെ പറ്റി നിൻ്റെ അഭിപ്രായം എന്താണ്? അത് പറയടോ. സ്റ്റോറിയിൽ കുറച്ച് വീക്കായിട്ട് തോന്നുന്ന സീനാണ്. കാരണം ചിലപ്പോൾ നമ്മൾ ഒരു ഇൻട്രോൽ പഞ്ചിന് വേണ്ടി മാത്രമായിട്ട് എഴുതി കയറ്റിയ സീനായിട്ട് ആൾക്കാർക്ക് തോന്നും. കാരണം പ്രമിതയുടെ ക്യാരക്ടർ ഓൾറെഡി ഭയങ്കര സ്ട്രോങ് ആണ്. അതുമല്ല നമ്മൾ നേരത്തെ സീനിൽ ഓൾറെഡി കാണിച്ചിട്ടുണ്ട് എന്ത് സിറ്റുവേഷൻ ഉണ്ടായാലും അതിനെയൊക്കെ ഭയങ്കര ഈസി ആയിട്ട് ഓവർകം ചെയ്യുന്ന ആളാണെന്നുള്ളത്. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ സീൻ വന്നിട്ടുണ്ടെങ്കിൽ ഈ ക്യാരക്ടർ ഔട്ടായതായിട്ട് ചിലപ്പോൾ ആളുകൾക്ക് തോന്നും. പിന്നെ ഇതെങ്ങനെ വർക്കൗട്ട് ചെയ്യണം? നിൻ്റെ അഭിപ്രായം എന്താ? വാട്ട് ഈസ് ദ സജഷൻ? എനിക്ക് സാർ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളൊരു സജഷനാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നുന്നത്. അതായത് പ്രമിതയുടെ ക്യാരക്ടർ തന്നെ കളിയാക്കിയവരെല്ലാവരെയും നോക്കി ഒരു ചിരി ചിരിച്ചുകൊണ്ട് പോകുന്നൊരു സീൻ. അതായത് ഓഫീസിന് പുറത്തിറങ്ങിയിട്ട് ഈ കളിയാക്കിയവരെല്ലാവരും നോക്കി ജസ്റ്റ് ഒന്ന് പുഞ്ചിരിക്കുന്നു. അത് കുറച്ചും കൂടി പവർഫുള്ളായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കൊള്ളാം, വെരി ഗുഡ്. എങ്ങനെയുണ്ട് പ്രമിത? വാട്ട്സ് യുവർ ഒപ്പീനിയൻ? എനിക്ക് ഇഷ്ടമായി ആക്ച്വലി. ക്ലാസ്സുമാണ്, മാസമാണ്, നല്ലതല്ലേ? ജയ എങ്ങനെയുണ്ട്? നമുക്ക് അങ്ങനെ ചെയ്യാം. എനിക്കെന്തോ അത്ര കൺവിൻസിംഗ് ആയിട്ട് തോന്നിയില്ല. പിന്നെ ഇക്കൊക്കെ ഓക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. വെരി ഗുഡ്, നോക്കാം. ആവശ്യമുള്ള സാധനം എടുത്ത് മാറ്റാടുന്നു. വേലിയിലിരിക്കണക്കെടുത്ത് രക്ഷപ്പെട്ടു. ഹലോ ഹലോ ഹലോ. അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നേ. എൻ്റെ അമ്മ എൻ്റെ ആൻറ്റിക്ക് തൻ്റെ ഫോട്ടോ കാണിച്ചായിരുന്നു. നന്നായി. ആൻറ്റിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമായി. എന്നാലും നമ്മൾ പേടിക്കുന്ന പോലെ നമ്മൾ പെട്ടെന്ന് കെട്ടിക്കാനുള്ള സാധ്യത ഒന്നും ഞാൻ കാണുന്നില്ല. അത് കൊള്ളാം, നന്നായിട്ട്. പിന്നെ അടുത്ത ആഴ്ച എല്ലാവരും കൂടി വല്ലാർപ്പാടം പള്ളിയിലേക്ക് വരുന്നുണ്ട്. ഞാനെല്ലാവരും ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല. എന്താ പ്രശ്നം? ഞാൻ ലെവല് കംപ്ലീറ്റ് ആയിട്ടില്ല. ലെവലാ? ആ, എടോ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു താൻ കേട്ടില്ലേ? 605 മിനിറ്റ് ഇപ്പൊ തീരും. ലക്കി എന്താ? അതെ, ഞാൻ കുറെ നേരമായി കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു. ഈ ഫോൺ ഒന്ന് മാറ്റി വെച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടി സൗകര്യം തന്നെ. ഞാനും ചിന്തയും കൂടി ഒരു ലെവൽ ഇപ്പൊ കളിച്ച് തുടങ്ങിയിട്ടുള്ളൂ. എന്നാ പിന്നെ തനിക്ക് ആ വീട്ടിൽ തന്നെ ഇരുന്നാ പോലെ എന്തിനാ ഇങ്ങോട്ടൊക്കെ എഴുന്നള്ളിയത്? ഞാൻ മര്യാദക്ക് വീട്ടിലിരിക്കഞ്ഞല്ലായിരുന്നോ? എന്റെ ഭാഗത്തും തെറ്റുണ്ട്. ഒന്ന് കാണണം, ഒന്ന് സംസാരിക്കണം എന്ന് വിചാരിച്ച് വിളിച്ചത് എന്റെ തെറ്റ്. താൻ എന്താന്ന് വെച്ചത്? എടാ ഫിറോ, ഞാൻ വല്ലപ്പോഴാണ് ഇവിടെ നിന്ന് കാണാൻ വിളിക്കുന്നത്. അപ്പൊ എന്റെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നതിൽ വല്ല തെറ്റുണ്ടോ? ഇത് വന്നപ്പോ തൊട്ട് ഒരു ഫോണും കയ്യിൽ വെച്ച് പബ്ജി ഗുരുജി എന്നൊക്കെ പറഞ്ഞു. എന്താ ലക്കി ഇത്? അയ്യേ, പബ്ജിക്ക് എന്താ കുഴപ്പം? എന്താ കുഴപ്പമൊന്നും? ഇവളുടെ ഒരു കസിൻ 24 മണിക്കൂറും പബ്ജി കളിയായിരുന്നു. ഇപ്പം ഡിഫറൻസ് ഡേ ഇല്ല. ഞങ്ങൾ വരുന്ന വഴിക്ക് സംസാരിച്ചുകൊണ്ട് വരുമായിരുന്നു. നമ്മളുടെയൊക്കെ കുട്ടിക്കാലത്ത് എന്തോരം കളികളുണ്ടായിരുന്നു. എന്നെ കുമ്മ പറമ്പിന്ന് വലിച്ചടിച്ചോണ്ടാ വീട്ടിൽ കയറ്റിക്കൊണ്ടിരുന്നത്. ദേ സുഹാന, സ്പോർട്സിനൊക്കെ എന്തൊരു സമ്മാനം മേടിച്ചെന്ന് അറിയൂ? റിലേക്ക് ഞാനായിരുന്നു ഫസ്റ്റ്. ആണല്ലേ? അല്ല ഫെറോ, ഇത് വല്ലപ്പോഴാണെങ്കിലും പ്രശ്നമില്ല. ഇത് അങ്ങനെയല്ലല്ലോ. ഇത് പോരാത്തന്നെ മാക്കാച്ചുണ്ട് ഇപ്പൊ കൂടെ ഓൺലൈനിൽ. അത് ചിന്താണ്. അതന്നെ പറയാം, മാക്കാച്ചിന്ന്. പോയേ എൻ്റെ ലക്കി, നിങ്ങൾക്ക് ഇപ്പൊ കിട്ടുന്ന സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്യും. കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും കിട്ടുന്നു തോന്നുന്നില്ല. അതെന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞ? അല്ല ഞാനേ, അതായത് ഇവർക്ക് ഈ സംസാരിക്കാൻ സമയമില്ലെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾ മാക്സിമം സംസാരിക്കും. മനസ്സിലായില്ലേ? മാക്സിമം സംസാരിക്കും. ലക്കി ഒരു പബ്ജിക്കാരി. ഞങ്ങൾ ആ ടേബിളിൽ ഇരിക്കണ്ടാവും. മനസ്സിലായല്ലോ? ഇനി പബ്ജി കളിക്കരുത്. ഓക്കെ? ആ ടേബിൾ ഫുള്ളാണല്ലോ, നമുക്ക് ഇതേ അപ്പുറത്തേക്ക് ഇരിക്കാം. ജിൻഡു വിളിക്കട്ടെ. ജിൻഡോ, ഞാൻ പെട്ടു. നീ ഫോൺ വെച്ചോ? ആ, ഞാൻ നിർത്തി. സത്യം സത്യം. അപ്പുറത്ത് രണ്ടു കൂടെ എഴുന്നേറ്റ് പോകണ്ട. നീ വേണം എഴുന്നേറ്റ് പോടാ. എനിക്ക് സിനിമ കാണണം. നിന്നോട് കാണാൻ ആരെങ്കിലും പറഞ്ഞ? നിങ്ങൾ രണ്ടു കൂടെ ഞാൻ ചലച്ചോണ്ടിരുന്നത് ഞാൻ കാണാനാണ്. അയ്യോ, ഫോൺ തളപ്പില്ലേ? ഇല്ല, ആ ബോംബ് കയ്യിൽ നിന്ന് പൊട്ടോടാ. സാരമില്ല. നിനക്ക് എന്തോടെ സമയം കൊടുക്ക്. എനിക്ക് സിനിമ കാണണം.
നീ അങ്ങനെ സിനിമ കണ്ട? നീ രാവിലെ ഒരു പുസ്തകം ഇരുന്ന് വായിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ വിട്ടോ? നീ രാവിലെ ഇവിടെ പബ്ജി വിരുദ്ധ പ്രസംഗം നടന്നുണ്ടായിരുന്നല്ലോ. ആ കഷ്ടകാലത്ത് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നു. എന്ത് പറഞ്ഞാലും ശരി, പ്ലീസ് മുഖം അങ്ങനെ പിടിക്കണ്ട. എന്നാ ഒരു ഫോൺ താ, എന്നിട്ട് നീ സിനിമ ഉണ്ടോ? പക്ഷെ ഞങ്ങൾ ഇവിടെ നിന്ന് തന്നെ കളിക്കും. ആ ശരി, ശബ്ദം ഉണ്ടാക്കരുത്. അതൊന്നും ഉറപ്പ് പറയാൻ പറ്റില്ല. ആവേശം വന്നാൽ ചിലപ്പോൾ കളിച്ചുണ്ടായിരുന്നു. ഞാൻ പോ എന്നെ നീ കളിക്കണ്ട. ഫോൺ താളാ തരൂല. നിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റുമോ? നീട്ടാ നമ്മൾ കൊടുത്ത ബൂസ്റ്റ് ഹോർലിക്സ് കുടിച്ച് ചെക്കൻ ആരൊക്കെ വെച്ച്? നീ ഈ സിനിമ കാണാനാണ് എത്ര പ്രശ്നം ഉണ്ടാക്കണേ? ഇത് ഏതാ സിനിമ? ഇത് ഇൻ ഗോസ്റ്റ് ഹൗസ് സിനല്ലേ? ക്ലൈമാക്സ് പറയരുത്, സസ്പെൻസ് വിളിക്കരുത് പ്ലീസ് പ്ലീസ്. ക്ലൈമാക്സ് പറയല്ല, കൈമാറ്റിക്കോ മാറ്റിക്കോ. ഡൊറോത്തി മതാമയായിട്ട് അഭിനയിക്കുന്ന പള്ളിയിലെ നെടുമുടിയോട് തന്നെയാണ്. ബംഗ്ലാവ് സ്വന്താക്കാനുള്ള ആളുടെ തട്ടിപ്പാണ് കംപ്ലീറ്റ്. സിനിമയിൽ പ്രേതമില്ല, ഒരു കോപ്പില്ല, ഇനി എനിക്ക് കാണാൻ ക്ലൈമാക്സ് ഇല്ല. എന്നോട് കളിച്ചെങ്ങനെ ഓടാ പാടി വെക്കി. ഇതിനേക്കാളും ഡീസൻ്റ് ആണോ ഡൊറോത്തി മതാമ? ഇതിൽ സെലക്ട് ചെയ്തില്ലേ? ഇത് കൊടുത്താൽ മതി. വേഞ്ചല്ല അങ്ങോട്ട്. അതന്നെ, തനി ഡയലോഗ് പറഞ്ഞതിന് ശേഷം മാത്രം അവിനാഷ്, വെയിറ്റ് ചെയ്തിട്ട് കൊടുത്ത്. ഒന്നെങ്കിൽ ഒരു മിനിറ്റ്, ഇപ്പൊ വരാം. നിന്നോട് ഇങ്ങ് വരാനാ പറഞ്ഞ ഞാൻ. പോയിട്ട് വാ അവിനാഷ്. എന്തേട്ടാ? നിന്നോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ നേരത്തെ? നേരത്തെ എന്നോട് എന്താ ഓർമ്മയില്ലേ? അല്ല, പറഞ്ഞൊക്കെ ഞാൻ ചെയ്തിരുന്നല്ലോ. നീ ചെയ്തോ ഇല്ലേന്നൊന്നും ഞാൻ ചോദിച്ചില്ല. നിന്റെ അടുത്ത് ഞാൻ നേരത്തെ എന്താ പറഞ്ഞത്? പ്രോപ്പർട്ടി ലിസ്റ്റ് കൺഫേം ചെയ്യുന്ന അറിയില്ലേ? അല്ലെന്നോ? എന്നിട്ട് അത് ചെയ്തോ നീ? അത് ഞാൻ കൺഫേം ചെയ്ത് തന്നിരുന്നല്ലോ. ഉറപ്പാ? എനിക്ക് ഉറപ്പ്. എന്തായിട്ട് അങ്ങനെ ചോദിച്ചേ? ഞാൻ എന്താ എങ്ങനെ ചോദിച്ചതെന്ന് നീ അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല. ആ ലിസ്റ്റിലൊരു പ്രോപ്പർട്ടി മിസ്സിംഗ് ആണ്. ഏത് പ്രോപ്പർട്ടിയാണ്? അറിയില്ല അല്ലേ? നീയല്ലേ കൺഫേം ചെയ്ത ഫുള്ള്? എന്നിട്ട് നിനക്ക് അറിയില്ല? ഒരു റെഡ് ക്യാരി ബാഗ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായില്ലേ? എൻ്റെ അവിടെ അത് ഞാൻ നോക്കി വെച്ചിരുന്നാണല്ലോ. എന്നിട്ട് മാഞ്ഞു പോയോ? അല്ലേട്ടാ, എടാ പണിയെടുക്കാൻ വന്നാൽ പണിയെടുക്കണം. അല്ലാതെ പണിയെടുക്കുന്ന പോലെ അഭിനയിച്ച് നാട്ടുകാരെ കാണിക്കല്ല വേണ്ടത്. കഷ്ടപ്പെട്ട് പണിയെടുത്ത് ശീലിക്കടാ. അല്ലാണ്ട് ഒരു മറ്റേ പണി എടുത്തിട്ടേ പേരുണ്ടാക്കണ പരിപാടി നിർത്ത്. ചേട്ടാ ഞാനങ്ങനെ നിർത്ത്. കൂടുതൽ നീ ഉണ്ടാക്കണ്ട. 5 മിനിറ്റ് സമയം തരും. അതിനുള്ളിൽ എനിക്ക് ആ പ്രോപ്പർട്ടിയുടെ കിട്ടിക്കോളാം. മനസ്സിലായില്ലേ? ചേട്ടാ അവളെന്താണ് വല്ലതും ഡൗൺ ആയിരിക്കണം? എടാ അവളുടെ മറ്റേ പ്രോപ്പർട്ടി ഇല്ലേ? മറ്റേ തറവാട് പോവാ. അത് തന്നെ. അത് അതിന്റെ എഗ്രിമെന്റ് ഡേറ്റ് ആയി. അപ്പോൾ മിനിമം തിങ്കളാഴ്ച കാശ് കൊടുത്തില്ലെങ്കിൽ ആ സ്ഥലം കയ്യിൽ നിന്ന് പോകും. അല്ല, അവള് ക്യാഷ് സെറ്റ് ആക്കിയില്ലേ? എടാ ഇനി ഒരു 5 lakhs കണ്ട് വേണമെന്ന് പറഞ്ഞു. 5 ലക്ഷം രൂപയെ? നീ ചായ ഇട്. ഡി ലക്കി വാ ചായ കുടി. എനിക്ക് വേണ്ട, മൂടില്ല. എടി, ഒരു 5 ലക്ഷം രൂപയായിട്ട് ഇതിന്റെ പ്രശ്നം തരുമോ? ലക്കി വാ വാ. 5 ലക്ഷം രൂപയുടെ ചെക്ക് നാളെ തന്നെ ബാങ്കിൽ പോയി എന്താണെന്ന് വെച്ചാൽ ചെയ്തോ. 5 ലക്ഷം രൂപയോ? നിനക്കിത് എവിടെ നിന്ന് എത്രയാ? ഇത്രയും കാശൊന്നല്ലേ? ഒരുത്ത എൻ്റെ ഐഡിയ അടിച്ചുകൊണ്ട് പോയി യൂട്യൂബ് ചാനൽ തുടങ്ങി, ഓർമ്മയുണ്ടോ? എന്നോട് ക്ഷമിച്ചേക്ക്, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം പ്ലീസ്. കിട്ടുന്നതിന്റെ 80% സാമിനും 20% നിനക്കും. അത് വളരെ കൂടുതലായിന്നല്ലേ? അത് തന്നെ നിനക്ക് കിട്ടണ സാം കാരണ. അവൻ നിനക്ക് പൈസ തന്നാ? അവൻ എല്ലാ മാസവും കൃത്യമായിട്ട് എൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ടിരുന്നുണ്ട്. എടാ ദ്രോഹി, എന്നിട്ട് നീ എന്നോടൊരു വാക്ക് പറഞ്ഞില്ലല്ലോ.
ഈടാ നിന്നോട് പറഞ്ഞിരുന്നെങ്കിലേ എന്നാ അക്കൗണ്ടിൽ 10 പൈസ കൂടി കാണില്ലായിരുന്നു. നീ എനിക്ക് എത്ര രൂപ തരാണെന്ന് ഓർമ്മയുണ്ടോ? മതി മതി, ഇനിയിപ്പോൾ അതൊന്നും പറയണ്ട. എടാ എന്നാലും ശ്ശോ, ഈശ്വര, ഈ വീട് നിറച്ച് നന്മ മരങ്ങളാണല്ലോ. എടീ ലക്കി, നിനക്ക് ക്യാഷ് ഒന്നും കിട്ടിയില്ലേ? ഇനിയിപ്പോൾ എന്താ എൻ്റെ വിഷമം? കഴിഞ്ഞ ലെവലിൽ ലൈഫ് മുഴുവൻ പോയടാ. ഇപ്പൊ സമാധാനമല്ല, കണ്ണട വെച്ച നന്മ മരമേ. എന്നാ പിന്നെ ഞാൻ എതിർക്കാം. ഞാനേ അവിനാശമൊന്നുമല്ല, നിനക്ക് ഞാൻ കടമായിട്ട് കാശ് തന്നതാണ്. എനിക്കിതിന് പലിശ വേണം. ആ ഒന്ന് പോ സാം പോയി, അവൻ വെറുതെ പറഞ്ഞു. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞാണ്. ഞാൻ എടുക്കാൻ പാടില്ല. ടച്ചിൻറ്റോ മാറടാ, നിന്റെ പുറകില് അവരിപ്പോ ബോംബിടും. രാവിലെ മക്കളെ. അയ്യോ ലക്കി, മറ്റവരോട് കവർ ചെയ്യാൻ പറ. മറ്റവനാരാ? ടെർമിനേറ്റർ. എവിടെങ്കിലും ഒന്ന് ഒളിച്ചിന്ന് വെടിവെക്കാൻ വിചാരിച്ചാലും സമ്മതിക്കില്ല. ജിൻഡോ, എടാ ജിൻഡോ ഇങ്ങോട്ട് വരലടാ. എടാ എൻ്റെ കയ്യിൽ വെപ്പൺസ് കുറവാണോ? ലക്കി ഒന്ന് പറയടാ അവനോട് പ്ലീസ്. ഡാ, ഇനി എന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവൻ പോയി. ലെവൽ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ അവൻ തന്നെ വേണം. ആര്? ആരടാ? ഞാനാണാ? Never. Guys, I am coming. യെസ്. ലക്കി, എന്നാ നിന്റെ ബുള്ളറ്റ്സ്. അർണോൾഡേ, എന്നാ എന്റെ 12 o'clock. കവറി. എടാ ചിന്ത പൊട്ടാതെ ഞാനടാ, എന്നെ വെടിവെക്ക.